യഥാർത്ഥത്തിൽ ഈ മാലമൗലിദുകൾ ആരാണ് ഉണ്ടാക്കിയത്? അള്ളാഹ് പഠിപ്പിച്ചതാണോ? അല്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനും സുന്നത്തും നമ്മുടെ കയ്യിൽ തന്നുകൊണ്ടാണ് നിങ്ങൾക്ക് എന്ത് മതപരമായ പ്രശ്നമുണ്ടെങ്കിലും അതിൽ പരിഹാരമുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നോക്ക് നിങ്ങൾ, ഈ മാലമൗലിദുകൾ കേവലം 400 അല്ലെങ്കിൽ 500 വർഷങ്ങൾക്ക് മുമ്പാണ് എഴുതിയുണ്ടാക്കിയത്. ആരൊക്കെയോ അറബിയിൽ എഴുതിയുണ്ടാക്കുന്നു, മലയാളത്തിലും എഴുതിയുണ്ടാക്കുന്നു. എന്നിട്ട് അതിന് ഇത്ര പോരിശയുണ്ട്, ഇത്ര പുണ്യമുണ്ട് എന്ന് പറഞ്ഞു വിടുന്നു. അഥവാ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും ദീനിൻ്റെയും പേരിൽ ശുദ്ധമായ കളവ് പറഞ്ഞ് പ്രചരിപ്പിച്ചുണ്ടാക്കുന്നു എന്നർത്ഥം. റസൂലുള്ളാഹിക്ക് പരിചയമില്ല, സഹാബത്തിന് പരിചയമില്ല, അതേപോലെ തന്നെ താബികൾക്ക് പരിചയമില്ല. മദ്ഹബിന്റെ പണ്ഡിതന്മാർക്ക് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി മങ്കൂസ് മൗലിദ് അറിയോ? ഷറഫുൽ മൗലിദ് അറിയോ? ബുർദ അറിയുമോ? ഇല്ല, അറിയില്ല. നോക്ക് നിങ്ങൾ, 1000 വർഷം ജീവിച്ച മുൻഗാമികളായിട്ടുള്ള ആളുകൾക്കോ പണ്ഡിതന്മാർക്കോ ആർക്കും പരിചയമില്ല. കേവലം 400-500 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കപ്പെട്ടതാണ് ഈ മാലമൗലിദുകൾ എന്ന് നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാവും. ഇനി ഇതിലെന്താണുള്ളത്? ഇതൊക്കെ മദ്ഹാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയുള്ള കീർത്തനങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ സഹോദരന്മാരെ, ഈ മാലമൗലിദുകളിൽ ഉള്ളത് തനിച്ച ഷിർക്കിന്റെ വരികളാണുള്ളത്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സങ്കടം പറയുന്നു, പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വെക്കുന്നു, പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി റസൂലുള്ളാഹിനോട് പറയുന്നു, നരകത്തിന് രക്ഷപ്പെടുത്താൻ വേണ്ടി റസൂലുള്ളാഹിയോട് പറയുന്നു. അഥവാ എന്ത് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കുകയും സഹായം ചോദിക്കുകയും ചെയ്യുന്ന വരികളാണ് ഈ മാലമൗലിദുകളിലുള്ളത്. ഉദാഹരണമായിട്ട് മങ്കൂസ് മൗലിദിൽ കാണാൻ സാധിക്കും, ഇർതകബതു അലൽ ഖതാ ഗൈറ അസ്രിൻ വഅദദ് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറുൻ നബി. അല്ലാഹുവിന്റെ പ്രവാചകനെ, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങയോടാണ് പാപം പൊറുക്കാൻ ഞാൻ ആവലാതിപ്പെടുന്നത്, എന്റെ പാപം അങ്ങ് പുറത്തു തരണം എന്നർത്ഥം. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ ചോദിക്കുകയാണ്, വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹ് അല്ലാതെ ആരാണോട് പാപങ്ങൾ പൊറുക്കുന്നത്? അപ്പോൾ മാലക്കാരൻ പറയാണ് അല്ലാഹുവിന്റെ റസൂൽ പാപം പൊറുക്കുമെന്ന്. അതേപോലെ തന്നെ ബുർദ ബൈത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, യാ അക്രമൽ ഖൽഖി മാലി മൻ അലൂദു ബിഹി സിവാക ഇന്ദ ഹുലൂലിൽ ഹാദിസിൽ അമമി. അഥവാ എനിക്ക് വലിയ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ദുരിതങ്ങളും ഉണ്ടായാൽ ഞാൻ താങ്കളോടല്ലാതെ മറ്റാരോടാണ് പ്രയാസം പറയുന്നത്? എനിക്ക് അഭയമായി താങ്കളല്ലാതെ മറ്റാരുമില്ലല്ലോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു. ഇങ്ങനെയുള്ള വരികൾ പഠിച്ചതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്ത് പ്രയാസം പറയാൻ, അതേപോലെ തന്നെ എന്ത് ആപത്ത് മുസീബത്തുകളും റസൂലുള്ളാഹിനോട് വിളിച്ചിട്ട് യാ റസൂലുള്ളാഹ് അങ്ങ് കാണുന്നില്ലേ, ഞങ്ങൾ പ്രയാസം നീക്കുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സമുദായത്തെ തെറ്റിലേക്ക് കൊണ്ടുപോകാൻ മുസ്ലിയാക്കന്മാരായ ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ അള്ളാഹുവിനോട് മാത്രമേ നമ്മൾ പ്രയാസം പറയാൻ പാടുള്ളൂ. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എന്ന് മാത്രമല്ല, നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം പാടിപ്പുകഴ്ത്തുന്നു. അബ്ദുക്കൽ മിസ്കീനു യർജു ഫളലകൽ ജമ്മൽ ഗഫീറു ഫീക ഖദ് അഹ്സൻതു ലന്നി യാ ബശീറു യാ നദീർ. പ്രവാചകരെ, അങ്ങയുടെ അടിമയായ ഞാൻ അങ്ങയുടെ ഔദാര്യമാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, പറയുകയാണ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, അങ്ങയുടെ അടിമയാണ് ഞാൻ. നോക്കൂ നിങ്ങൾ, ഷറഫുൽ മൗലൂദിലൂടെയാണ് ഇത് പഠിപ്പിക്കുന്നത്. അപ്പോൾ റസൂലുള്ളാഹിന്റെ അടിമയാണ് എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ നമ്മൾ അള്ളാഹുവിന്റെ അടിമകൾ നമുക്ക് എല്ലാവർക്കും പറയാം. അപ്പോൾ അങ്ങേയറ്റം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പാടിപ്പുകഴ്ത്തി ക്രിസ്ത്യാനികൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പാടിപ്പുകഴ്ത്തിയ പോലെ നിങ്ങൾ എന്നെ പാടിപ്പുകഴ്ത്താൻ പാടില്ല, അമിതവർണ്ണം നടത്താൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ, അതുപോലെ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വർണ്ണിച്ചുകൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു പ്രാർത്ഥിക്കുകയും സഹായം തേടുകയും ചെയ്യുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് മാലമൗലൂദിലുള്ളത്.